റിപ്പോർട്ടർ ടി വിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റിപ്പോർട്ടർ ടി വി നികേഷ് കുമാർ തുടങ്ങി. പിന്നീട് അത് വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. കുറേ വർഷങ്ങൾ ശമ്പളമില്ലാതെയും ഒക്കെയുള്ള വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോഴാണ് ഈ മുട്ടിൽ മരമുറി സംഘം വലിയ പൈസ കൊടുത്ത് ഇത് വാങ്ങുകയും പുള്ളിക്ക് വിശ്വാസ്യത ഉണ്ടെന്ന് തോന്നുന്ന കുറേ പേരെ അതിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തത്. മീറ്റ് ദ എഡിറ്റേഴ്സ് എന്നുള്ള പ്രോഗ്രാമിലൂടെ മറ്റ് ചാനലുകളിൽ നിന്ന് വ്യത്യസ്തമായി അവർ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ജേർണലിസ്റ്റുകളടക്കം അവിടെ പ്രത്യക്ഷപ്പെട്ടു. സുജയ പാർവതിയും സ്മൃതി പരുത്തിക്കാടും അരുണും അതോടൊപ്പം തന്നെ ഉണ്ണി ബാലകൃഷ്ണനും ആദ്യഘട്ടത്തിൽ നികേഷ് കുമാറും ഉണ്ടായിരുന്നു. അപ്പോൾ അവരവരുടെ രാഷ്ട്രീയം അവിടെ ചർച്ച ചെയ്തു. അത് ജനങ്ങൾ വളരെ സ്വീകാര്യമായി ഏറ്റെടുത്തു എന്നുള്ളതാണ് അവരുടെ ആ ഒരു വിജയം സൂചിപ്പിക്കുന്നത്. പിന്നീട് അവരുടെ അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഗ്രാഫിക്സും മറ്റും എല്ലാം തന്നെ 24 അടക്കം കടത്തി വെട്ടിക്കൊണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയ റേറ്റിംഗ് അനുസരിച്ച് 1-ാം സ്ഥാനത്ത് വന്നിരിക്കുകയാണ്. 1-ാം സ്ഥാനത്ത് വന്നപ്പോൾ വർഷങ്ങളായി തലയെടുപ്പോടെ നിന്ന ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ക്ഷീണമാണ് അവർക്കുണ്ടാക്കിയത്. സ്വാഭാവികമായും അവർ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നു. അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇതിൽ പങ്കാളിയാകുന്നു. അപ്പോൾ ഇതിലൊരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ റിപ്പോർട്ടറിൽ നിന്ന് തന്നെ തുടങ്ങണം എന്ന രീതിയിലാണ് ഉണ്ണി ബാലകൃഷ്ണനെ ആദ്യഘട്ടത്തിൽ അവർ അതിൻ്റെ മുഴുവൻ ചുമതലയും വഹിക്കാൻ തിരിച്ചു വിളിക്കുകയും വലിയ ശമ്പളം ഓഫർ ചെയ്തുകൊണ്ട് അദ്ദേഹം അവിടേക്ക് പോവുകയും ചെയ്തത്.